എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്ന് നമ്മൾ എല്ലാവരും പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. സംഭവം ജസ്ന സലീമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ വെറുതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് കരുതി എന്തെങ്കിലും റിയാക്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും റിയാക്ട് ചെയ്തിരിക്കും. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഹൗസ് വാമിങ്ങിന്റെ അന്ന് മേടിച്ച ലെഹങ്കയുടെ ആ ഒരു കേസ് കേട്ട് 3000 സംതിങ് രൂപയുടെ ലെഹങ്ക മേടിച്ചിട്ട് 10-17 തവണ ആ ഒരു ലെഹങ്ക ഇട്ടിട്ട് റീൽസ് എടുക്കുകയും അതുപോലെ അന്നത്തെ ദിവസം മുഴുവനും അത് ഇട്ട് അടിച്ച് പൊളിച്ച് നടക്കുകയൊക്കെ ചെയ്തിട്ട് അതിനുശേഷം അത് കഴുകി ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ച് ആ മേടിച്ച കടയിൽ തന്നെ കൊണ്ടു കൊടുത്തിട്ട് ഒരു ഉളപ്പുമില്ലാതെ ഒരു ഔചിത്യവും ഇല്ലാതെ ആ പൈസ തിരികെ മേടിച്ച ആ ഒരു സാഹചര്യത്തിൽ ഞാൻ മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളും ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ ജസ്ന സലീം, പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു വെച്ചത് അവരുടെ മകൻ, അവർ പറഞ്ഞ കാര്യമാണേ, ഞാൻ ഉണ്ടാക്കി പറയുന്നതാണെന്ന് പറഞ്ഞ് ഇനി അടുത്ത കേസിന് പോകും. അതായത് അവരുടെ മകൻ ആകെ ഫോളോ ചെയ്യുന്നത് എന്നെ മാത്രമാണെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ചാനലിനെ മാത്രമാണ് അവരുടെ മകൻ ഫോളോ ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പണ്ട് എപ്പോഴോ ഞാൻ ആ കുട്ടിയെ പറ്റിയിട്ട് അപവാദം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഇട്ട ആ ഒരു വീഡിയോയിൽ പോലും ഇവരെന്നെ എന്തിനാണ് എനിമിയാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കള്ളം തന്നെ വീണ്ടും 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 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് സത്യമായി മാറും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വെറുതെയാണ്. കള്ളം എപ്പോഴും കള്ളം തന്നെ ആയിരിക്കും. അതിന് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അതൊരിക്കലും ശരിയാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മകൻ എന്റെ വീഡിയോ കാണുകയും സ്ഥിരമായിട്ട് പുള്ളിക്കാരൻ കാണുമെന്നാണ് പറയുന്നത്. എന്തായാലും ആ കുഞ്ഞിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊന്നുമോനെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്, എന്നെ അങ്ങനെ ഫോളോ ചെയ്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ പല വിഷയങ്ങളും എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ കുട്ടികളൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ കാണുന്നത് കാണാത്തത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ വീട്ടിലുള്ളവർ അതിനുള്ള സൗകര്യം തരുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നു. പക്ഷേ റിയാക്ഷൻ വീഡിയോ ആകുമ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള വീഡിയോകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഷാജിയുടെ വീഡിയോകളൊക്കെ നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് തെറികൾ ആ ഒരു ലേഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊച്ചു കുട്ടികൾ കേൾക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദയവ് ചെയ്തതൊന്നും റിയാക്ഷൻ വീഡിയോകൾ എന്റെന്നല്ല ആരും കേൾക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഉമ്മയും ഈ പറയുന്നത് പോലെ നിങ്ങളുടെ മാമനും കൂടി എപ്പോഴും ഇരുന്ന് തെറി പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ തെറിയൊക്കെ കേൾക്കുമ്പോൾ വിഷമമൊന്നും തോന്നില്ലായിരിക്കാം. എന്നാലും ഞാൻ എൻ്റെ ഒരു മര്യാദ കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടി ജസ്ന തന്നെയാണ് പറഞ്ഞത്, എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ലെഹങ്കയുടെ കാര്യം ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അത്രേ, ജസ്ന സലീമിന് ഡ്രസ്സില്ല അത് എന്നുള്ള ഒരു വാക്ക് ഞാൻ അവിടെ പറഞ്ഞു വെച്ചു എന്നാണ് ജസ്ന പറയുന്നത്. എന്റെ പൊന്നു കൊച്ചേ, ജസ്ന സലീമിന് ഡ്രസ്സില്ലെന്ന് പറയാൻ മാത്രം വിട്ടിയൊന്നുമല്ല ഞാനൊന്നും. അതായത് ഞാൻ അന്നത്തെ ആ ഒരു വീഡിയോ എന്റെ ചാനലിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് പോയി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ഈ ഒരു ഡ്രസ്സ് മേടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇട്ട് നോക്കും. ഡാമേജ് ആയ സാധനമാണെങ്കിൽ ഒരിക്കലും നമ്മൾ അത് ഇനി എത്ര ഭംഗിയുള്ളതാണെങ്കിലും ഇനി എങ്ങനെ കിട്ടിയാലും നമ്മൾ അതിനെ എടുക്കില്ല. അപ്പോൾ അത് ഡാമേജ് ആയ സാധനം കൊണ്ടുവന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ആ ഒരു സാധനം വീട്ടിൽ കൊണ്ടുവന്ന് സ്ലീവ് ചെയ്തിട്ട് തച്ച് വെച്ചിട്ടും അവരത് ഇട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞു. അതും പോട്ടെ, അവരന്ന് ഫംഗ്ഷൻ്റെ അന്ന് രാവിലെ അത് എടുത്ത് ഇടുന്ന സമയത്ത് അതിന്റെ ഡാമേജ് ഒരു പക്ഷേ ഇട്ട സമയത്തായിരിക്കാം, ചിലപ്പോൾ സ്റ്റിച്ച് പോയത് ആ ഒരു സിബ് പോയത് ചിലപ്പോൾ രാവിലെ ഇട്ട് നോക്കിയ സമയത്തായിരിക്കാം. ഒരുപക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കുഴപ്പമുള്ളത് തന്നെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഡാമേജ് ആയ സാധനം വീട്ടിൽ കൊണ്ടുവന്നു എന്നത് തന്നെ തെറ്റാണ്. പിന്നെ അത് രാവിലെ അത് അവിടെ കൊണ്ടുവന്നിട്ട് സ്ലീവ് ഒക്കെ ചെയ്തതിന് ശേഷം ഇട്ട് നോക്കിയില്ല എന്ന് അവർ പറയുന്നെങ്കിലും അത് ആരും വിശ്വസിക്കില്ല. കാരണം ഏതൊരു ഡ്രസ്സും കൊണ്ടുവന്നിട്ട് അതിനകത്ത് സ്ലീവ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കും, കൈയൊക്കെ പാകമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതും പോട്ടെ, അവർ ഇട്ട് നോക്കിയില്ല. പിറ്റേന്ന് രാവിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്തിടുന്ന സമയത്ത് ആ സിബിന്റെ ഭാഗം ഒട്ടും അടയുന്നില്ലെങ്കിൽ പിന്നീട് അത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പാകമാവുന്നില്ലെങ്കിൽ അത് തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേറെ എന്തോരം ഡ്രസ്സുകളുണ്ട് അവർക്ക്. മറ്റ് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടാൽ പോരായിരുന്നോ എന്നാണ് ഞാൻ അവിടെ ചോദിച്ചത്. നമ്മൾ ആരാണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ഡ്രസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് ഒഴിവാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ പോയി നമുക്ക് ഉള്ള ഡ്രസ്സുകളിൽ കൊള്ളാവുന്ന ഒരെണ്ണം എടുത്തിടും. ജസ്ന സലീമിനെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സിനൊന്നും ഒരു ക്ഷാമവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവർ കയ്യിൽ ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ട്. ഉള്ള ഡ്രസ്സ് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൂടായിരുന്നോ എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഡാമേജ് ആയ ഡ്രസ്സ് ഇടാതെ അത് മാറ്റി വെച്ചിട്ട് ജസ്നയ്ക്കുള്ള ഡ്രസ്സ് എടുത്തിട്ട് കാര്യം നടത്തിക്കൂടായിരുന്നോ എന്ന് അന്നത്തെ ദിവസം നിന്നൂടായിരുന്നോ എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ശരിക്കും ഒരു സാധനം മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് ബില്ലെന്ന് പറയുന്ന ഒരു സാധനം ബില്ലുണ്ടാവും. പിന്നെ കൊണ്ടുവരുന്ന സാധനത്തിന്റെ സ്റ്റിക്കർ പോലും ഇളക്കി കളയാണ്ടാണ് നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് കടയിൽ കൊടുത്ത് മാറ്റി മേടിക്കാനെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ചെറിയ കടകളിൽ പോലും ഒരു സാധനം മാറ്റി മേടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ് തരില്ല. നമ്മൾ ബില്ലോട് കൂടി കൊണ്ടു ചെല്ലുന്നു. സ്റ്റിക്കർ പോലും ഇളക്കാതെയാണ് നമ്മൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതും ഇത്ര ദിവസം ഉണ്ട് കയ്യിൽ ഉള്ള കാലം മൊത്തം വെച്ചിട്ട് പോദിക്കുമ്പോൾ ചെന്നാലൊന്നും ആരും മാറ്റി തരില്ല. അപ്പോൾ അത് ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട് ഒരു അഴുക്ക് പോലും പറ്റാണ്ട് കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവർ പകരം ആ റേറ്റിലുള്ള ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അതല്ലാണ്ട് പൈസ ഒരു സ്ഥലത്തു നിന്നും തരില്ല. പക്ഷേ ഇവര് തിണ്ണമെടുക്ക് കാണിച്ചു. അതായത് ഈ ഒരു സാധനം കൊണ്ടുവന്ന് ഇട്ട് അന്നത്തെ ദിവസം മുഴുവൻ ഇട്ട് നടന്നു, വിയർപ്പ് പറ്റിച്ചു, കഴുകി ഉണക്കി തിരികെ ഇത് ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു കടയിൽ കസവ് കട എന്ന മറ്റോടെ പേര് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നു.
അപ്പോൾ അവർ അതിനാദ്യം മേടിക്കാൻ തയ്യാറാവാതിരിക്കുമ്പോൾ പിന്നീട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് കച്ചറ ഉണ്ടാവുന്നു. ഒടുവിൽ ഈ പുള്ളിക്കാരത്തി വീഡിയോ പിടിക്കും എന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവർ തന്നെ എന്ത് ചെയ്തു, ഇവർ തന്നെ പറയുന്നു പ്രാഗിക്കൊണ്ട് ആ പൈസ അങ്ങ് കൊടുത്ത് ഇവരെ ഒഴിവാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് ഇപ്പോഴും ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നുണപ്പറച്ചിൽ എന്നുള്ളൊരു കാര്യം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോഴും ഞാൻ പറയുന്നു, ജസ്നസ്ലിം ആ വാങ്ങിച്ച ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് സ്വന്തമായിട്ടുള്ള ഡ്രസ്സിൽ നിന്ന് ഓർമ്മ ഇട്ടൂടെ എന്നായിരുന്നു പറഞ്ഞത്. അതിന് ഒട്ടന്നെ ഇവർ വളച്ച് ഒടിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉത്തര ഉണ്ണി പറഞ്ഞു എനിക്ക് ഡ്രസ്സ് ഇല്ലെന്ന് പറഞ്ഞു, അതായത് കുട്ടി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എല്ലാം കുട്ടിയെ മുൻനിർത്തിയാണ് ഈ ഒരു സ്ത്രീ സംസാരിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഇവർക്ക് പറയാലോ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു അന്തസ് ഉണ്ടാവൂലേ? ഇതെന്തിനാണ് ഇവരെല്ലാത്തിനും കുട്ടിയെ വലിച്ചു വെക്കുന്നത്? അപ്പോൾ ഇനി ഇവരുടെ മനസ്സിലിരിപ്പെന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടിയെ വല്ലതും പറയും, കുട്ടി കള്ളം പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ കുട്ടി നുണ പറഞ്ഞുവെന്നോ ഒക്കെ പറയുമ്പോൾ എന്റെ കുഞ്ഞിനെ കള്ളനെന്ന് വിളിച്ചു, നുണയെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേരിൽ കേസ് കൊടുക്കാനുള്ള ഒരു പുതിയ സൂത്രം. അല്ലെങ്കിൽ പിന്നെ ഇതിനാണ് കുട്ടി എന്നെ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും നാളും കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഇവർ പറഞ്ഞത് കുട്ടി പറഞ്ഞു ഉമ്മയ്ക്ക് ഡ്രസ്സ് ഇല്ലെന്ന് ഇവർ പറഞ്ഞു, അതുകൊണ്ട് ഉമ്മയുടെ ഡ്രസ്സൊക്കെ ഒന്നെടുത്ത് കാണിച്ചു കൊടുക്കണമെന്ന്. എന്തൊരു വിശാല ഹൃദയമായിട്ടുള്ള ഉമ്മയെ നോക്കിയേ. കുഞ്ഞു പറയേണ്ട താമസം, വെറും കുഞ്ഞു വാവയുടെ ഉമ്മയെന്ന് പറഞ്ഞാൽ ഉമ്മയ്ക്ക് ഇതുവരെയും വകതിരിവ് വന്നിട്ടില്ല. അങ്ങനെ ഉമ്മ വളരെ കഷ്ടപ്പെട്ട് അലമാരി തുറക്കുന്നു. അലമാരിയിൽ നിന്നും ജാമ്പവാന്റെ കാലത്തുള്ള ഡ്രസ്സുകളെല്ലാം വാരി പുറത്തിടുന്നു. എന്നിട്ട് വലിയ എന്തോ സംഭവം എന്നുള്ള രീതിയിൽ റേറ്റ് ഒക്കെ പറയുന്നു. 5000, 6000, 4000, 3000, 2000 എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഓരോ ഡ്രസ്സുകളും വാരിയിടുന്നു. ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് മേടിക്കുന്ന ഡ്രസ്സുകളാണത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും വില കൂടിയ ഡ്രസ്സ് ഈ പറയുന്ന പുള്ളിക്കാരത്തി മാത്രമല്ല ധരിക്കുന്നത്, ഞങ്ങളൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിക്കാറില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്കൊക്കെ പോകാൻ വേണ്ട അത്രയും പ്രാധാന്യമുള്ള മാരേജോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര റേറ്റിലുള്ളതൊന്നും വാങ്ങിക്കില്ല. എന്നാലും 10,000-2000 രൂപയൊക്കെ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അല്ലാണ്ട് ഈ ലോകത്ത് വില കൂടിയ ഡ്രസ്സ് ധരിക്കുന്നത് ജസ്നസ്ലിം മാത്രമല്ല. പിന്നീട് ഒരു കാര്യമുണ്ട്, ജസ്നസ്ലിമിന് ചിലപ്പോൾ 6000, 5000, 10000 രൂപയുടെ ഡ്രസ്സൊക്കെ ഒരേ സമയത്ത് ധരിക്കാൻ പറ്റും. കാരണം ജസ്നസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കളെ നല്ല വൃത്തിയായിട്ട് വലിപ്പിച്ചിട്ടുള്ള പണം കിട്ടുന്നുണ്ടല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പടം വരച്ച് കൊടുക്കുകയല്ലേ, പടം വരച്ച് കൊടുക്കുകയല്ലേ. ഓരോ പടത്തിനും 5000 രൂപ വീതമൊക്കെ കിട്ടുന്ന ജസ്നസ്ലിമിന് സുഖമായിട്ട് എത്ര രൂപയുടെ ഡ്രസ്സ് വേണമെങ്കിലും മേടിക്കാൻ പറ്റും. പിന്നെ ഹസ്ബൻഡിന്റെ വരുമാനമുണ്ട്, പിന്നെ സഹോദരന്റെ വരുമാനമുണ്ട്, പിന്നെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതൊക്കെ മേടിക്കുന്നതിൽ എന്താണ് അത്ഭുതം? പിന്നീട് പുള്ളിക്കാരത്തി എനിക്കതിൽ ചിരി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് വാപ്പ ഉമ്രയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്ത 3000 രൂപയുടെ മഞ്ഞ ചുരിദാർ വരെ എടുത്ത് കാണിക്കുകയാണ്. എന്തുവാടെ ഉളുപ്പുണ്ടോ ജസ്ന? നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ മനുഷ്യനായാലേ? ഒരു തുണിക്കടയിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഡ്രസ്സുകളെല്ലാം പോയി ഇട്ട് നോക്കിയിട്ട് അതിന്റെ റീല് അവിടെ വെച്ച് തന്നെ റീൽസ് എടുക്കും. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ ലോകത്ത് വേറെ കണ്ടിട്ടില്ല. ഈ ഒരു ലേഡിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിക്കും ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചില്ല, കാരണം അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല. പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു, ഞാൻ അവർക്ക് വസ്ത്രം കുറവാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ പറയാത്ത കാര്യങ്ങൾ ഇത്രയും മാത്രമായി ഇവർ നുണയെ പറയത്തുള്ളൂ. അത് വാസ്തവമായ ഒരു കാര്യമാണ്. ജസ്നസ്ലിം നാവ് എടുക്കുന്നത് നുണ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എനിക്ക് അനുഭവം ഉള്ളതാണ്. എന്നെ ഹണി ട്രാപ്പുകാരിയാക്കിയിട്ടുണ്ട്. എനിക്കില്ലാത്തൊരു കാമുകനെ എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ ഭർത്താവിനെ എന്നെ ഉപേക്ഷിച്ചു പോയി, ഡിവോഴ്സ് ആയാലും പറഞ്ഞില്ല എന്തായാലും. അങ്ങനെ എന്തെല്ലാം നുണകൾ പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു പെണ്ണുപിള്ളയാണെന്ന് അറിയാമോ? ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്ന് പറഞ്ഞു, അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നോളം ഇവരെ ഞാൻ തിരിച്ച് ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്റെ മാന്യത. ഇവർ പക്ഷെ അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജസ്നസ്ലിമിന്റെ കുഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനിത് വിശ്വസിക്കുന്നില്ല. കുഞ്ഞ് എന്നെ ഫോളോ ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ എനിക്ക് ആ കുഞ്ഞിനോട് പറയാനുള്ളത്, പൊന്നുമോനെ നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ദയവ് ചെയ്ത് നീ നിന്റെ അമ്മയുടെ ചാനൽ ഫോളോ ചെയ്യരുത്. കാരണം മറ്റൊന്നും ഉണ്ടല്ലോ പറയുന്നത്, അവർ വായിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ അത്രയ്ക്ക് അടിപൊളിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അഥവാ നീ എങ്ങാനും നിന്റെ അമ്മയുടെ ചാനൽ കാണുകയാണെങ്കിൽ അതിൽ നോക്കാനേ പോകരുത്. റീൽസ് ഒക്കെ നീ കണ്ടോ, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ നിന്റെ അമ്മയുടെ ചാനൽ നിന്റെ അമ്മയുടെ വായി ഇങ്ങോട്ട് ഇറക്കി വിടുന്നത് കേൾക്കാനായിട്ട് നിൽക്കരുത്. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുട്ടി കണ്ടതുമല്ല കേട്ടതുമല്ല. ഈ പുള്ളിക്കാരത്തിയുടെ ഡ്രസ്സൊക്കെ എടുത്ത് പൊങ്ങച്ചം കാണിക്കണം, മറ്റുള്ളവരെ ഒന്ന് പൊങ്ങച്ചം കാണിക്കണം. അതിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ പ്രഹസനങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ഈ പുള്ളിക്കാരത്തി പറയുന്ന കേട്ടതൊന്നും വില കൂടിയ ഡ്രസ്സുകൾ ലോകത്ത് ഇവിടെ മാത്രമേ എടുത്തുള്ളൂ, വേറെ ആരും എടുത്തില്ലെന്ന്. എടോ എല്ലാം ഔട്ട് ഓഫ് ഫാഷനാണ്. നിങ്ങൾക്ക് എടുത്ത് കാണിച്ച ഗൗണുകളും എല്ലാം ഔട്ട് ഓഫ് ഫാഷനാണ്. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കുക. അങ്ങനെ ചെയ്യേ. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കുക. 5000-ന്റെ 10000-ന്റെ 20,000-ന്റെ ഒക്കെ എടുത്ത് കാണിക്കണോ? നമ്മളെ പോലുള്ളവർ ആ ഒരു ഇത് മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വല്ലതും മേടിക്കും, വേറെ വല്ല കാര്യങ്ങളും ചെയ്യും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും ഈ ഡ്രസ്സൊന്നും എടുത്തിട്ട് ആരെയും പൊങ്ങച്ചം കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഡ്രസ്സൊക്കെ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലോ, എന്റെയൊക്കെ ഏറ്റവും എനിക്കെടുക്കുന്ന ഏറ്റവും വില കൂടിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 2000 സംതിങ് ഒക്കെ വരുന്നത്. അതിനപ്പുറത്തൊന്നും ഞാൻ എടുക്കില്ല. അത് വേറൊരു സത്യം. വസ്ത്രം എന്ന് പറയുന്നത് എടുത്തിട്ട് ദൂർത്ത് കാണിക്കാനും ആർപ്പാടം കാണിക്കാനും വേണ്ടിയിട്ടുള്ളതല്ല. സാധാരണ രീതിയിൽ ഞാൻ പോയി എടുക്കുന്ന എന്റെ ഡ്രസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 500-600 രൂപ റേഞ്ചിൽ മാത്രമുള്ള ഡ്രസ്സുകളാണ് ഞാൻ എടുക്കുന്നത്. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മാത്രം അങ്ങനെ എടുക്കുന്നത്. കാരണം അത് എടുക്കുമ്പോൾ ഒരു 3-4 ഒക്കെ ഒരുമിച്ച് എടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് കുറച്ചൊരു ഇതായി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് നരച്ച് നശിക്കുന്നത് വരെ ഇട്ടുകൊണ്ട് നടക്കില്ല. അത് കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഞാൻ അത് വീട്ടിലിടാനായിട്ട് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഞാൻ വീട്ടിൽ നൈറ്റ് ഇടുന്ന ആളല്ല. അപ്പോൾ വീണ്ടും വാങ്ങിക്കുമ്പോൾ ഇതുപോലെ 2-3 എണ്ണം വാങ്ങിക്കും. എന്നിട്ട് വീണ്ടും ഇതിങ്ങ് വീട്ടിലിടാനായിട്ട് എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നൈറ്റ് യൂസ് ചെയ്യാത്തുണ്ട്. പിന്നീട് 1-2 നൈറ്റ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല ചൂട് സമയത്ത് മാത്രം, അല്ലാതെ ഞാൻ നൈറ്റ് ഇടത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരെ പോലെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10,000 രൂപയുടെ ഡ്രസ്സ് 7,000 രൂപയുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞ് അമ്മൂമ്മയുടെ കാലത്തുള്ളത് വരെ നുള്ളി പറക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്തേലും ഉടായ്പെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത്രയും വലിയ പൊങ്ങച്ചക്കാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. ഇവൾക്ക് തുല്യം ഇവൾ മാത്രമേ കാണത്തുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ, 100% ഉറപ്പാണ്. വേറെ ഒരെണ്ണത്തിന് പോലും മരുന്നിനെടുക്കാൻ പോലും കിട്ടത്തില്ല.
എന്തുവാടേ ഇത്? ഉളുപ്പുണ്ടോ? അല്ല ഒരു കാര്യം ഉണ്ടല്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ ഒക്കെ കൊടുത്ത, പിന്നെ അതുപോലെ സെലിബ്രിറ്റികളുടെ കൂടെ തോളി കൈയിട്ട് നടക്കുന്ന, രാഷ്ട്രീയക്കാരുടെയൊക്കെ നല്ല പിടിപാടുള്ള ഈ പറയുന്ന ജസ്ന സലീം എവിടെ കിടക്കുന്നു? സാധാരണക്കാരായിട്ടുള്ള ഈ നമ്മളൊക്കെ എവിടെ കിടക്കുന്നു? എന്നിട്ടും ഈ എടുത്ത് കാണിച്ച ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ വെറും ഓൾഡ് സ്റ്റോക്ക് ആയി പോയതിലാണ് എനിക്ക് സങ്കടം. നിങ്ങൾ എടുത്ത് കാണിച്ചപ്പോൾ ഇത്തിരി വൃത്തിയുള്ളത് എടുത്ത് കാണിക്കാഞ്ഞത്, നരച്ചതും കുരച്ചതും ഉടഞ്ഞതും പറഞ്ഞതും എന്ന് വേണ്ട, അത്രയും അങ്ങ് എന്താണ് അലാക്കായതാണല്ലോ കൊച്ചെ നീ എടുത്ത് കാണിച്ചത് മുഴുവനും. കൈവൈ എന്നൊക്കെ പറയുന്നു. വയ്യാത്ത കൈ വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട് മകൻ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഈ പെണ്ണുമ്പോൾ അനുസരിക്കും കേട്ടോ. ഇവരുടെ കുഞ്ഞു പറഞ്ഞു ഉമ്മച്ചി ഇത് ചെയ്യും, ഇങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. കൈവൈ എന്നൊക്കെ പറയുന്നുണ്ട്. കുളിക്കാൻ വയ്യ, ചായ പോലും ഇടാൻ വയ്യ, കൈക്ക് അത്രയും അവശതയാണെന്നൊക്കെ പറയുന്നു. എന്നിട്ടും അത്രയേറെ ആ ഒരു കുട്ടിയുടെ വാക്കിന് അത്രയേറെ വില കൊടുത്തിട്ട് ഇങ്ങനെ അപ്പം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കണ്ട മനസ്സിനുണ്ടല്ലോ ഒരുപാട് പുകഴ്ത്തിയിട്ട് മതിയാവുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. വീഡിയോയിൽ ഒരുപാട് കയറി. അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരത്തി പറഞ്ഞ വാക്കുണ്ടല്ലോ, ഈ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിച്ച ആ ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് കാണണ്ടേ? അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഒരു ബൈ പറയാം. ഉത്തരവുണ്ണി ഒരു വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്, എനിക്ക് ഡ്രസ്സ് ഇടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഷോപ്പിൽ ഒരു ഡ്രസ്സ് റിട്ടേൺ കൊണ്ടു കൊടുത്ത് ഞാൻ പേയ്മെന്റ് മേടിച്ചിട്ടുണ്ട്. എങ്കിൽ ഉത്തരവുണ്ണി നിനക്കൊന്ന് കേൾക്കണോ? ഞാൻ റിട്ടേൺ പേയ്മെന്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ അത്രമേൽ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ട് പോയതുകൊണ്ടാണ്. അത് ആ ഷോപ്പുകാർക്ക് ഉത്തരവാദിത്തമുള്ള സംഭവമാണ്, അതുകൊണ്ടാട്ടോ. അപ്പൊ എന്റെ മോന് കുറച്ച് ആരുടെ വീഡിയോസ് വാച്ച് ചെയ്യാറില്ല, പക്ഷെ ഉത്തരവുണ്ണിൻ്റെത് വാച്ച് ചെയ്യും. കാരണം അവരെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് പരാമർശിച്ചതുകൊണ്ട് അവൻ വാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ആ തള്ളച്ചിക്കൊന്ന് നിങ്ങളുടെ ഡ്രസ്സിന്റെ ഇതൊന്നും വീഡിയോസ് ഒന്ന് കാണിച്ചൊരിക്കുമ്പോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, നമ്മൾ ആരുടെയും മുമ്പ് പൊങ്ങച്ചൊന്നും കാണിക്കണ്ട എന്ന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ഒരു കുട കാണാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഷെൽഫ് ഒന്ന് തപ്പിയതാണ്. ഒരു സൈഡ് മാത്രമേ ഞാൻ തപ്പിയിട്ടുള്ളൂ, ഒരു സൈഡിൽ ഡ്രസ്സ്. അപ്പൊ തിരിച്ച് റിട്ടേൺ കയറ്റുമ്പോൾ അത് കാണിച്ചുകൊണ്ട് കയറ്റാമെന്ന് കരുതി ഈ ഒരു സ്പേസ് മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇവിടെ രണ്ടെണ്ണുണ്ട്, അവിടെ രണ്ടെണ്ണുണ്ട്. അതിലുള്ള ഡ്രസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ഇത് മാത്രം കാണിച്ചു തരാം. അപ്പൊ ഏകദേശം ഉത്തരവുണ്ടെങ്കിൽ ജസ്റ്റ് ആരാണുള്ളത് മനസ്സിലാവും. എന്റെ പൊന്നെ, ഇതൊക്കെ പൊക്കണമെന്നുണ്ടെങ്കിൽ ഒരാളും കൂടെ വരണം. അപ്പോൾ അമ്മാതിരി വെയിറ്റ് ഉള്ള സാധനമാണ്. താഴെ ഷിപ്നെറ്റോ എന്തോ നെറ്റ് വെക്കുന്നതാണ്. അപ്പൊ ഇത് താഴെ വലിയ ഭംഗി ഇങ്ങനെ വട്ടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് 6000 റേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി വിചാരിക്കേണ്ട ജസ്റ്റ് പൊങ്ങച്ച് കാണിക്കണം. ഉത്തരവുണ്ടെങ്കിൽ മാത്രമുള്ള മറുപടിയാണിത്. എന്റെ പൊന്നെ, ഇതിന് രണ്ടെണ്ണം ഇടയ്ക്ക് വെക്കുമ്പോഴേക്കും കഴിയും. സെയിം അങ്ങനത്തെ തന്നെ ഫ്രോക്കാണ് ഈ ഒരു സാധനം വരുന്നത്. ഇത് 6000 പോകുന്നത് കേട്ടോ, 3000 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. എല്ലാത്തിന്റെ റേറ്റും ഞാൻ പറഞ്ഞു നോക്കാം. എന്നിട്ട് ഏകദേശം എത്ര എമൗണ്ടിന്റെ ഡ്രസ് ഇവിടെ ഉണ്ട് എന്നുള്ളത്, ഒരു ഷെയ്പ്പിൽ മാത്രം ഉണ്ട് എന്നുള്ളത് ഉത്തരവുണ്ണി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ഞാൻ 1500 രൂപക്ക് മേടിച്ച ഒരു സെറ്റാണ്. ഇതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ ബ്ലൗസ് ഇവിടെ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ട്. ബ്ലൗസ് കിട്ടുമ്പോൾ ഞാൻ കയ്യിലേക്ക് വെക്കാം. ഇതും 3000 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഒക്കെ ഈ ഒരു റേഞ്ച് വരുന്നതാണ്. ഞാൻ ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ കള്ളല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും ആ റേഞ്ചിൽ വരുന്നതാണ്. ഇതിനൊക്കെ അങ്ങനത്തെ നെറ്റുള്ളത്, പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റുള്ളതാണ്. ഇനി ഒന്നിൻ്റെയും പ്രൈസ് ഞാൻ പറയുന്നില്ല, ഏകദേശം ഈ ഒരു റേഞ്ച് വരുന്നതാണ്. ഷോപ്പ് പോയി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി. നെക്സ്റ്റും ഗൗൺ തന്നെയാണ്. ഈ സെയിം ഗൗൺ എനിക്ക് വേറൊരു കളർ കൂടി ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ കളർ ചേഞ്ചിട്ടേ ഞാൻ അതും എടുക്കും. അപ്പൊ ഇത് ഇതിന്റെ കളർ ചേഞ്ച് ഇതിൽ തപ്പിയാൽ കിട്ടുന്നുണ്ടാവില്ല, അറിയത്തില്ലായിരിക്കും. അപ്പൊ ഇതാണ് വേറൊരു കൗതുകകരമായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങനത്തെ ഗൗണിനാട്ടോ. ഈ ഗൗണിനോടൊരു ക്രൈസ് ഉണ്ട്. ഇതൊന്ന് സെയിം പാറ്റേൺ നോക്കിക്കേ, സെയിം പാറ്റേൺ. ഇങ്ങനെ 3 സംതിങ് വരും ഒരു ഡ്രസ്സിനും. 3,300 സംതിങ് എന്നുണ്ടാണ് ഒരു ഡ്രസ്സിന് വരുന്നത്. എണ്ണിക്കൂടിയ ഒന്ന് എന്നിട്ട് പഠിക്കുക. എന്ന് പറയണ്ടോ, ഒരു ക്രൈസാണ്. ഞാൻ എന്നിട്ട് പല പ്രോഗ്രാമിലായിട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ആ ഷോപ്പിന് ആ സമയം തന്നെ ഞാൻ എടുത്താളും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെയിം സാധനം കളർ ചേഞ്ച് ആണ്, വൈറ്റ് കളർ സെയിം ഇതേപോലെ ക്ലോത്ത് ഇതൊക്കെ ആയിട്ട്. ഇത് ഞാൻ ഇട്ടിട്ട് ഒരു കോപ്പി അടിക്ക് മറ്റേ ഫാഷൻ ഡിസൈനിന്റെ കോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ
അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരത്തിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അത്രയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഒരു 10 മിനിറ്റിൽ കൂടുതൽ, എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് കണ്ടന്റ് ഇല്ല കേട്ടോ. കണ്ടന്റ് സാധാരണ പ്രിയയോ ലസിത പാലക്കലിനെയോ അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും ഒക്കെ നെഞ്ചത്തോട്ട് കയറിയാണല്ലോ പുള്ളിക്കാരത്തി കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തിക്ക് എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ കേട്ടിട്ടില്ലേ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് പക്ഷമൊന്നും. അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇവിടെ എടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് വീഡിയോ കണ്ടന്റും ആവും, പിന്നെ പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യാം. പക്ഷേ ഇത് ചെയ്യുന്നത് പൊന്നുമോളെ പഴങ്കൂറുകളായി പോലും എടുത്ത് കാണിച്ചത്. വല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കുക. നിനക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, ഇഷ്ടംപോലെ ഉണ്ടെന്ന് എനിക്കറിയാം, റീൽസിലൊക്കെ ഇട്ട് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.